Dear students, good morning one and all. In the last class, we have studied about the center-state legislative relations. In today's class, we are discussing the administrative relations between center and states or center-state administrative relations. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭരണപരമായ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയുള്ളതാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വി ക്യാൻ ക്ലാസിഫൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് into a six-fold classification. The first point is union government can issue necessary directions to states. ഒന്നാമത്തെ പോയിന്റ്, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. രണ്ട്, ഡെലഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു സ്റ്റേറ്റ്സ്. ചില സാഹചര്യങ്ങളിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, വിട്ടുകൊടുക്കാറുണ്ട്. തേർഡ് ഈസ് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് നമുക്കറിയാം, ഇന്ത്യയിൽ 3 ഓൾ ഇന്ത്യ സർവീസ്, IAS, IFS, IPS. അപ്പം ഇത് 3ഉം UPSC ആണ് അവരെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അവർ പലരും വർക്ക് ചെയ്യേണ്ടി വരുന്നത് കേന്ദ്രത്തിന് വേണ്ടി മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കൂടി ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സംസ്ഥാനങ്ങളെ അങ്ങനെ ഓൾ ഇന്ത്യ സർവീസുകാർക്ക് സ്വാധീനിക്കാൻ പോലും സാധിക്കും. പിന്നെ ഉള്ളത് ഇൻ്റർസ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറിയാണ്. അത് നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാവുന്നതാണ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഗ്രാൻഡ് അല്ലെങ്കിൽ സഹായധനം കൊടുക്കുന്നു. ആറാമത്തത് എമർജൻസി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളെ അതിൻ്റെ വരുതിയിൽ പൂർണ്ണമായും അതിൻ്റെ കൺട്രോളിൽ നിർത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു 6 രീതിയിലുള്ളതാണ്, ഒരു 6-fold ക്ലാസിഫിക്കേഷനാണ് ഇവിടെയുള്ളത്. നൗ ലെറ്റ് us discuss in detail the administrative relations between center and states. The stability and the success of the federal polity depend upon the maximum cooperation and coordination between the two sets of governments in administrative field. അപ്പോൾ നമുക്കറിയാം, ഒരു ഫെഡറലിസത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ എന്തിനെ ആശ്രയിച്ചിരിക്കും? മാക്സിമം കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ടു സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്. ഒരു ഫെഡറേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ അവിടെ എന്ത് വേണം? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മാക്സിമം കോപ്പറേഷൻ അല്ലെങ്കിൽ പരമാവധി സഹകരണം ഉണ്ടായിരിക്കണം. എന്നാലേ ആ ഒരു ഫെഡറലിസം സക്സസ്ഫുള്ളായി മാറുക ഉള്ളൂ. It is one of the difficult problems in a federal form of government is that the adjustment of the administrative relation between the two sets of government. അപ്പം ഫെഡറലിസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് എത്രമാത്രം സക്സസ് ആയിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നു അത്രമാത്രം ഫെഡറലിസം സക്സസ്ഫുൾ ആകും, നമ്മുടെ ഡെമോക്രസി വിജയിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. Therefore, the framers of the constitution have included detailed provisions for administrative relations between the union and states. Articles 256 to 263 of the Constitution of India deal with the details of administrative relations between the center and states. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിളുകൾ ഡീൽ ചെയ്യുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിനെ ഭരണപരമായ ബന്ധങ്ങളെ കുറിച്ച് ആണ്. ആർട്ടിക്കിൾ 256, 57 and 365 enable the union government to exercise control over state governments even in the normal times through the following ways. അപ്പോൾ ഇങ്ങനെ 6 രീതിയിൽ നമുക്ക് യൂണിയൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് ടു സ്റ്റേറ്റ്സ്. നിങ്ങൾ നോട്ട് ദ പോയിന്റ് എഴുതി വെച്ചോണം. ഫസ്റ്റ് പോയിന്റ് ഈസ് യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് ടു സ്റ്റേറ്റ്സ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Article 257 Clause 1 of the Constitution provides that the executive power of the state shall be exercised without impeding or prejudicing the executive power of the Union. At the same time, the power is vested in the Union to give direction to a state as may appear to the Government of India to be necessary for that purpose. Again, Article
256 makes it clear that the executive power of the state shall not be against law made by the parliament or any existing laws which apply in that state. അപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഒരിക്കലും കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തെ ഖണ്ഡിക്കുന്ന രീതിയിൽ ആകരുത്, അല്ലെങ്കിൽ വിരുദ്ധമാകരുത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 257 ക്ലോസ് 1 പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് that the executive power of the state shall be exercised without impeding or prejudicing the executive power of the union. ഒരിക്കലും കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന് വിരുദ്ധമായിക്കൊണ്ട് സംസ്ഥാനം അതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിക്കരുത് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് റിഗാർഡിംഗ് ദി കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഓഫ് നാഷണൽ ഓർ മിലിറ്ററി importance or protection of railways or other such center organizations. ഇപ്പം നമുക്കറിയാം നമ്മുടെ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഇപ്പം നാഷണൽ ഹൈവേ, അതുപോലെ റെയിൽവേ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. ഇപ്പം നാഷണൽ ഹൈവേ നമ്മുടെ ഇപ്പോൾ ചാലക്കുടി കൂടി കടന്നു പോകുന്നുണ്ട്, ദേശീയപാത. ഇപ്പം നാഷണൽ ഹൈവേ വൈഡൻ ചെയ്യണമെങ്കിൽ, അതിന് വീതി കൂട്ടണമെങ്കിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും. എന്താണ്, കേന്ദ്ര ഗവൺമെൻറ് ദേശീയപാത വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത്, അല്ലേ, സംസ്ഥാനത്തിൻ്റെ കയ്യിലാണ്, റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ് സ്ഥലം. അപ്പോൾ സ്ഥലം, ലാൻഡ് അക്വിസിഷൻ, സ്ഥലം ഏറ്റെടുത്ത് വ്യക്തികൾക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് സ്ഥലം ഇപ്പോൾ റെയിൽ വികസനത്തിനാണെങ്കിൽ റെയിൽവേ, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വികസനമാണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം നിർദ്ദേശം പുറപ്പെടുവിക്കാറുണ്ട്. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്, അല്ലേ. അങ്ങനെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഡയറക്ഷൻസ്, നിർദ്ദേശം കൊടുക്കുകയാണ്. നമുക്കിവിടെ റെയിൽവേ വികസനം വേണം, നമുക്കിവിടെ നാഷണൽ ഹൈവേയുടെ വികസനം വേണം, നമ്മൾക്കിവിടെ IIT വരാൻ പോകുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നു, അല്ലേ. അപ്പം സംസ്ഥാനം എന്ത് ചെയ്യണം, സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കേന്ദ്രം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ഡയറക്ഷൻസ് കൊടുക്കാറുണ്ട്. The Parliament also holds the power to declare highway or waterways to be national highway or waterways, അല്ലേ. അപ്പോൾ ഇതിലേ പോകുന്ന ഒരു ചെറിയ റോഡ്, നമ്മുടെ KK റോഡ്, കോട്ടയം കുമ്മളി റോഡ്, KK റോഡ്, അല്ലെങ്കിൽ നമുക്ക് TB റോഡ്, ഏത് റോഡും ആയിക്കോട്ടെ, അല്ലേ, MG റോഡ്, മഹാത്മാഗാന്ധി റോഡ്. അപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ കേന്ദ്രം പറയുകയാണ്, ഈ MG റോഡ് ഞങ്ങൾ നാഷണൽ ഹൈവേ ആക്കി പ്രഖ്യാപിക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, സംസ്ഥാനത്തിന് കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശമാണ്, ഇന്ന റോഡ്, അല്ലേ, MG റോഡ് ഞങ്ങൾ നാഷണൽ ഹൈവേ ആക്കി മാറ്റിയിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തോളുക, അതിന് സ്ഥലം ഏറ്റെടുത്ത് നൽകുമോ, അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. The President can directly authorize the officers regarding certain functions of the Union, but the expenditure of such functions met by the Union. In case if the state fails to carry out the orders or directions of the Union, the President's rule may be imposed on the state. അപ്പം ചില സാഹചര്യങ്ങളിൽ, അല്ലേ, ഇൻ കേസ് സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ ഡയറക്ഷൻസ് അനുസരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്രത്തിന് എന്ത് ചെയ്യാം, സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇവിടെ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനും സാധിക്കും. അപ്പം കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇവിടെ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം ഇവിടെ ഏർപ്പെടുത്താനുള്ള അധികാരം ഉണ്ടായിരിക്കും. Through the 42nd Amendment Act of 1976, the Parliament authorized the Union government to deploy any armed force of the Union or any other force subject to the control of the Union for dealing in a grave situation of law and order in any state. ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ഗ്രേവ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, അതെ, അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഏതെങ്കിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ്റിന് ആ പ്രസ്തുത സ്ഥലത്ത്, സംസ്ഥാനത്തെ ആ പ്രസ്തുത പ്രദേശത്ത് ഡിപ്ലോയ് ആംഡ് ഫോഴ്സസ്, അല്ലെ, കേന്ദ്ര ഫോഴ്സസിനെ, പട്ടാളത്തെ ഇറക്കുവോ, CRPFനെ ഇറക്കുവോ, മറ്റ് CISFനെ ഇറക്കുവോ, ഏത് വേണേ ചെയ്യാം. അപ്പോൾ കേന്ദ്ര പോലീസിനെ ഇവിടേക്ക് അയച്ചുകൊണ്ട്, സംസ്ഥാനങ്ങളിലേക്ക് അയച്ചുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം പരിഹരിക്കുകയും കേന്ദ്രം ചെയ്യുന്നു. ഇപ്പോൾ കണ്ണൂരൊക്കെ പലപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ അവിടെ ബൂത്ത് പിടുത്തവും അക്രമവും CPMും BJPയും തമ്മിലുള്ള അക്രമമൊക്കെ പലപ്പോഴും കണ്ണൂർ പോലുള്ള ജില്ലകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം പലപ്പോഴും കണ്ണൂരിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും, കണ്ണൂരിൽ
അവരുടെ CRPFനെയൊക്കെ നിയോഗിക്കാറുണ്ട് അല്ലേ, CISFനെയൊക്കെ നിയോഗിക്കാറുണ്ട്. ഇതെന്താണ്? അവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ്, സെക്കൻഡ് പോയിന്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു സ്റ്റേറ്റ്സ്. Under Article 258 of the Constitution, the President may, with the consent of the state government, confer on the officers of the state government certain functions of the executive power of the union. അതായത് കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ചിലത് കേന്ദ്രം എന്ത് ചെയ്യും? സംസ്ഥാനങ്ങളിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഏൽപ്പിക്കും. സംസ്ഥാനത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഓർഡറുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കും അല്ലേ. ഇതാണ് ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു സ്റ്റേറ്റ്സ് അല്ലെ. യൂണിയൻ കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ സംസ്ഥാനങ്ങൾക്കായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് വിട്ടുകൊടുക്കുന്നു. Article 258 empowered the governor of a state to delegate any administrative function of the state conditionally or unconditionally to the union government or any of its office. അതുപോലെ തന്നെ നേരെ തിരിച്ചും ആർട്ടിക്കിൾ 258A അനുസരിച്ച് സംസ്ഥാന ഗവർണർ വിചാരിച്ചാൽ സംസ്ഥാനത്തെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ കേന്ദ്രത്തിൻ്റെ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തെ കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യിക്കാവുന്നതാണ്. അപ്പം ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു ദി സ്റ്റേറ്റ്സ് കഴിഞ്ഞു. കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ സംസ്ഥാനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയും ചെയ്യാം. സംസ്ഥാനങ്ങൾക്ക് ഗവർണർ വഴി സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് പവർ കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അത് സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലെ ഒരു പ്രത്യേക ബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് തേർഡ് പോയിന്റ് ഈസ് ദ ഓൾ ഇന്ത്യ സർവീസസ്. In the Indian federal system, apart from having two sets of service, also established all India services, it mainly aims to ensure uniformity and high standard of administration in all states in key activities, to provide interchange experience between state and central, state experience at a central levels, etc. The all India servants, they serve both the center and the states, occupy strategic positions in state administration. They are recruited and regulated by the union, though these officers through these officers the center indirectly interferes in administrative affairs of state. നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസുകാർ, IASകാർ, IPSകാർ, IFSകാർ, ഇവർ മൂന്ന് പേരെയും കൂട്ടരെയും റിക്രൂട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രത്തോട് കൂറുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെ പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കേന്ദ്രത്തിന് വേണ്ടി മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി. സംസ്ഥാനങ്ങളിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ പല പൊസിഷൻസും ഈ ഓൾ ഇന്ത്യ സർവീസുകാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി അല്ലേ. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആദ്യം ചീഫ് സെക്രട്ടറി ടോം ജോസ് ആയിരുന്നു. അദ്ദേഹം വിരമിച്ചു. ഇപ്പം വേറൊരു ചീഫ് സെക്രട്ടറിയാണ് ഉള്ളത് അല്ലേ. അപ്പം ഈ ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചീഫ് സെക്രട്ടറി ആരാണ്? IAS ഉദ്യോഗസ്ഥനാണ്. IAS ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷയിൽ, സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചെടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ വന്ന് ജോലി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ ഉപദേശിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിന് കിട്ടുകയാണ്. സംസ്ഥാനത്തെ പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ പൊസിഷൻസും ആര് ഏറ്റെടുക്കുന്നു? ഈ IASകാരും IPSകാരും, നമ്മുടെ DGP IPSകാരൻ അല്ലേ, നമ്മുടെ DGPയും ഒക്കെ, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിക് സർവീസുകാരും അല്ലേ. ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് അല്ല, ഇന്ത്യൻ IFS എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസുകാരും ഇന്ത്യൻ IPS ഉദ്യോഗസ്ഥരും അതുപോലെ ഇന്ത്യയിലെ IAS ഉദ്യോഗസ്ഥരും, ഇവരെല്ലാവരും നമ്മുടെ DGP അടങ്ങുന്ന, നമ്മുടെ ചീഫ് സെക്രട്ടറി അടങ്ങുന്ന, നമ്മുടെ ഇവിടുത്തെ കളക്ടർമാരടങ്ങുന്ന വലിയ സംഘം, ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൻ്റെ പരീക്ഷ എഴുതി ജയിച്ച ആൾക്കാർ സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യുന്നു. സംസ്ഥാനത്തെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല പൊസിഷൻസും ഇവർ ഒക്യുപ്പൈ ചെയ്യുന്നു. അങ്ങനെ സംസ്ഥാനങ്ങളെ കേന്ദ്രം ഈ IAS, IPS, IFS ഉദ്യോഗസ്ഥന്മാർ വഴി സ്വാധീനിക്കുന്നു. അതാണ് IASകാർ. അതും സെൻട്രൽ സ്റ്റേറ്റ് ഈസ് ഓൾസോ an area of central state administrative relations in India. The Constitution also makes provision for the creation of new All India service by the Parliament. Article 312 of the Constitution lays down that if the Rajya Sabha declared by a resolution passed by a majority of not less than 2/3 of the members present and voting, that is necessary or expedient
ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ് ടു ഡു സോ ദ പാർലമെൻറ്റ് ക്യാൻ ക്രിയേറ്റ് ഓൾ ഇന്ത്യ സർവീസ്. അതായത് പുതിയതായിട്ടൊരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4ാമത് ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പാർലമെൻറ്റ് വിചാരിച്ചാൽ സാധിക്കും. എന്ത് ചെയ്യണം? രാജ്യസഭ 2/3 മെജോറിറ്റിയിൽ 2 ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് 4ാമതൊരു ഓൾ ഇന്ത്യ സർവീസ് കൂടി ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സാധിക്കും. ഓക്കെ, 4th പോയിന്റ് ഈസ് ഇൻ്റർസ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി. ഇൻ്റർസ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൺസൾട്ട് ചെയ്യുന്ന മെഷീനറികളെയാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ആർട്ടിക്കിൾ 262 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡന്റ് ക്യാൻ അപ്പോയിൻറ്റ് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽസ്. അണ്ടർലൈൻ ചെയ്തോണം, ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽസ്. ആർട്ടിക്കിൾ 262 അനുസരിച്ച് ഇന്ത്യയിൽ ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ ഫോം ചെയ്യാം. ടു അഡ്വൈസ് ഹിം ഓൺ ഇൻ്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതിനകത്ത് കൂടിയാലോചനകൾ നടത്തുന്നതിനും ഡിസ്കഷൻ നടത്തുന്നതിനും പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിനും വേണ്ടിയാണ് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ ഫോം ചെയ്തിരിക്കുന്നത്. The purpose of such councils can be set up by the president to inquire into the disputes among the states and to make recommendations thereon. The interstate council is mainly appointed for 1. Inquiring into and advising upon disputes which have arisen between states. സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സിനെ പറ്റി അന്വേഷിക്കുവാനും അതിനകത്ത് രാഷ്ട്രപതിയെ ഉപദേശിക്കുവാനും വേണ്ടിയാണ് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഒരു ജോലി. നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ഡിസ്കസിംഗ് സബ്ജക്ട്സ് ഇൻ വിച്ച് സം ഓർ ഓൾ ഓഫ് ദി സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ആൻഡ് 1 or more സ്റ്റേറ്റ്സ് ഹാവ് എ കോമൺ ഇൻട്രസ്റ്റ്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കോമൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പൊതുവായ താല്പര്യമുള്ള ഏതെങ്കിലും വിഷയത്തിൽ അന്വേഷണം നടത്തുവാനോ ഡിസ്കഷൻസ് നടത്തുവാനോ ഒക്കെയാണെങ്കിലും ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിന് അന്വേഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് upon any subject and in particular recommendation for better coordination of policy and action with respect to that subject. ആ വിഷയത്തിൽ, ആ പൊതു താല്പര്യമുള്ള സബ്ജക്റ്റിൽ നല്ല രീതിയിൽ നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയും ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിന് സാധിക്കും. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് പരിഹരിക്കുവാൻ, അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കുവാനും കേന്ദ്രം ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിനെ ആർട്ടിക്കിൾ 262 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. The Constitution under Article 262 authorized the Parliament to enact laws for the adjudication of the disputes relating to interstate river or river valleys. അപ്പം പൊതുവേ അന്തർ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നദീജല തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും, ഇപ്പം ഫോർ എക്സാമ്പിൾ തമിഴ്നാടും കർണാടകയും തമ്മിൽ കാവേരി നദീജലം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. ആ തർക്കം പരിഹരിക്കുന്നതിന് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ ആവശ്യമാണ്. അപ്പം ഇതും ഇറ്റ് ഈസ് ഓൾസോ a point in the interstate administrative relations in India, interstate council. Next, 5th point, grants in aid to the state. സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സഹായധനം. Center exercises strict control over state on grants and aids because the grants are subjected to certain terms and conditions decided by the center. Otherwise, the grants may be withdrawn. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് അല്ലെങ്കിൽ സഹായധനം കൊടുക്കുമ്പോൾ കേന്ദ്രം പറയുന്നത് പോലെ ഈ ഫണ്ട് സംസ്ഥാനങ്ങൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ വിനിയോഗിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അല്ലേ, കേന്ദ്രം എന്ത് പർപ്പസിനാണോ ഈ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ആ പർപ്പസിന് തന്നെ സംസ്ഥാനം ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കണം. കൃത്യസമയം അല്ലെ, ഇത്ര വർഷത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ അല്ലെ 2 കൊല്ലത്തിനുള്ളിൽ ഈ പദ്ധതി വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന ടൈം ബൗണ്ടിൽ അല്ലേ കാര്യങ്ങൾ, ആ ഡെഡ് ലൈനിൽ കാര്യങ്ങൾ പണി തീർത്തില്ലെങ്കിൽ ആ ഫണ്ട് കേന്ദ്രം വിഡ്രോ ചെയ്യും, പിൻവലിക്കും അല്ലേ, അത് തിരിച്ച് മേടിക്കും. അപ്പോൾ ഇത് സോ സ്റ്റേറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഫണ്ട്സ് അല്ലേ. പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തെ സംസ്ഥാനങ്ങൾ ഫണ്ടിന് വേണ്ടി ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പം ഫണ്ട് കൃത്യമായി വിനിയോഗിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ്, ഇല്ലെങ്കിൽ കേന്ദ്രം ഫണ്ട് തിരിച്ചു മേടിക്കുക തന്നെ ചെയ്യും. അപ്പം ഇതും സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലെ അനദർ ടോപ്പിക്കാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ഈസ് എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ. ഡ്യൂറിംഗ് ദി എമർജൻസി പീരീഡ് ദ പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു ഗീവ് ഡയറക്ഷൻസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അപ്പം രാഷ്ട്രത്തിൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ, സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുവാൻ സാധിക്കും.
The Parliament gets powers to make laws for all matters on any matter mentioned in the സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ പോലും നിയമനിർമ്മാണം നടത്തുന്നത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് പാർലമെന്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ കൂടി കയറി നിയമനിർമ്മാണം നടത്തും. സാധാരണ പാർലമെന്റിന്റെ സെൻട്രൽ ലിസ്റ്റിൽ മാത്രമേ, യൂണിയൻ ലിസ്റ്റിൽ മാത്രമേ നിയമനിർമ്മാണം നടത്താൻ സാധിക്കത്തുള്ളൂ. ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ മാത്രമല്ല സ്റ്റേറ്റ് ലിസ്റ്റിൽ കൂടി, അല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൂടി കയറി പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് അടിയന്തരാവസ്ഥ വന്നാൽ ഉള്ളത്. Through the declaration of emergency, the federal structure provided under the constitution is practically transformed into a unitary one. അപ്പോൾ നമ്മുടെ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ഒരു യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുകയാണ്. അതായത് അധികാര വിഭജനമുള്ള ഇന്ത്യൻ ഭരണഘടന അധികാര വിഭജനമില്ലാത്ത ഒരു ഏകായത്ത സ്വഭാവമുള്ള ഒരു യൂണിറ്ററി ഗവൺമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓൾ ദി പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ സിംഗിൾ സെൻട്രൽ ഗവൺമെന്റ്, എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഏകായത്ത ഒരു യൂണിറ്ററി ഭരണഘടനയായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടന മാറുകയും ചെയ്യുന്നു. ദസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്പിയർ ഓൾസോ സെൻറ്റർ ഓക്യുപ്പൈസ് എ ഡോമിനന്റ് പൊസിഷൻ. അപ്പം ഇവിടെയും ഈ സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലും എങ്ങനെയാണ്, കേന്ദ്രത്തിന് ഒരു ഡോമിനന്റ് പൊസിഷനാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ. സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, 3 ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലാണ് കൂടുതൽ സബ്ജക്ട്സ് ഉള്ളത്, അല്ലേ? 99 സബ്ജക്ട്സും യൂണിയൻ ലിസ്റ്റിലാണ്. അതുകൊണ്ട് സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിലും അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, സെൻറ്റർ ഓക്യുപ്പൈസ് എ ഡോമിനന്റ് പൊസിഷൻ ഓവർ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾക്ക് മുകളിൽ കേന്ദ്രത്തിനൊരു മേധാവിത്വ സ്വഭാവമുണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ഇന്ത്യ. വി ഹാവ് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസി. ഓക്കെ, നിങ്ങളപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് മേടിക്കുവാൻ നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്, എന്നാലും മാറിയ പുതിയ ടെക്സ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ മേടിക്കുക. ചിലപ്പോൾ അത് ഇറങ്ങിയിട്ടില്ലായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള സ്റ്റഡി നടത്തുക. സിലബസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. യു ഹാവ് ടു write down your new syllabus, your revised syllabus in the front page of your notebook. Okay, we will continue on the next class. Stay tuned. Thank you.